ഹായ് ഫ്രണ്ട്സ്, റെഡി ടു ഫ്ലൈ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ വീഡിയോ ഇടാതെ കുറേ നാളായിട്ടുണ്ട്. നമ്മുടെ വർക്കിൻ്റെ തിരക്ക് കാര്യങ്ങളൊക്കെ കൊണ്ട് ചിലപ്പോൾ വീഡിയോ ചെയ്യാനായിട്ടുള്ള സമയം കിട്ടാറില്ല. അപ്പോൾ ഇന്നത്തെ വിഷയം നൈറ്റ് ടേൺ കൊടുക്കുന്നതിനെ കുറിച്ചാണ്. പന്തായ പ്രാവുകൾക്ക് നൈറ്റ് ടേൺ എങ്ങനെ കൊടുക്കാം, എങ്ങനെ നൈറ്റിലോട്ട് ടേൺ കയറ്റാം, സമയം എങ്ങനെ നൈറ്റിലോട്ട് കൂടുതൽ ടൈം നൈറ്റിലോട്ട് പറപ്പിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് പറത്തി വെച്ച പ്രാക്കള് പന്തയത്തിന് ഇപ്പൊ ടൂർണമെന്റിന്റെ ടൈം ആയല്ലോ. അപ്പോൾ എല്ലാവരും പറത്തി വെച്ച പ്രാക്കൾ ഉണ്ടാവും. എല്ലാവരും ലോഫ്റ്റിലും കാണും. ചിലവർ 5ഉം 10ഉം ഒക്കെ പ്രാവുകളെ പറപ്പിച്ച് റെഡിയാക്കി അടുത്ത വെട്ടി പിഴുത് ഒക്കെ സെറ്റാക്കി തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. അറിയാത്ത സുഹൃത്തുക്കളുണ്ടാവും. നൈറ്റിലോട്ട് എങ്ങനെ ടൈം ഇറക്കണം, ടേൺ എങ്ങനെ കൊണ്ടുവരണം, നൈറ്റിലോട്ട് പ്രാക്കളെ എങ്ങനെ നൈറ്റിലോട്ട് ടേണിൽ പറപ്പിച്ച് ഇരുത്താം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇനി നമ്മൾ ചെയ്യേണ്ടത്, പകല് എത്ര ടൈം പറപ്പിച്ച പ്രാവായിരുന്നാലും ചില ആൾക്കാർ ഫുള്ള് ഇപ്പം പറപ്പിച്ചിട്ടുണ്ടാവും, ഫുള്ള് പകല് പറപ്പിച്ചിട്ടുണ്ടാവും. ആ പ്രാവുകളെ ഒരു പക്ഷെ നൈറ്റ് വിട്ടിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള പ്രാവുകൾ, ഫുള്ള് പറപ്പിച്ച പ്രാവുകൾ, അത് എന്തായാലും 10, 12, 13 മണിക്കൂർ പറന്നിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള പ്രാക്കളെ എപ്പോഴും വൈകുന്നേരം ഒരു പറപ്പിക്കുന്ന സമയത്താണെങ്കിൽ ലൈറ്റ് മുകളിലോട്ടുള്ള ലൈറ്റ് ഇട്ടതിന് ശേഷം മാത്രം പ്രാവുകളെ ഇറക്കി ശീലിക്കുക. വൈകുന്നേരം ഒരു 6:30-ക്ക് ശേഷം ഇറക്കിയ പ്രാവുകളെ വൈകുന്നേരം മുകളിലോട്ട് ലൈറ്റ് ഇട്ടതിന് ശേഷം മാത്രം പ്രാവുകളെ ഇറക്കി ശീലിക്കുക. അത് കുറച്ച് നേരത്തെ ഇട്ടിരുന്നെന്ന് പറഞ്ഞ് കുഴപ്പമില്ല, അങ്ങനെ തന്നെ ഇട്ടിരിക്കുക. കാര്യം ആദ്യം ഇരുട്ടിലോട്ട് കയറുമ്പോൾ കാണുന്ന ആ ഒരു പ്രകാശം കണ്ട് പ്രാവുകൾ മാറി ചവിട്ടാതിരിക്കാനാണ് ഇങ്ങനെ പറയുന്നത്. മുകളിലോട്ട് വെച്ചിരുന്ന LED ഹാലജനോ LED ഏതാണോ വെച്ചിരിക്കുന്നത് അത് ഒരു 6 മണി 6:30 ആകുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ലൈറ്റ് ഓണാക്കി മുകളിലോട്ടുള്ള ലൈറ്റ് ഓണാക്കിയതിന് ശേഷം പ്രാവുകളെ ഇറക്കുക. അങ്ങനെ ആ വെട്ടം കണ്ട് തന്നെ പ്രാവ് ഇറങ്ങി ശീലിക്കുക. ഇനി അല്ലാതെ നൈറ്റില് അല്ലെങ്കിൽ പിന്നെ 7:30 മണിക്കൊക്കെ ഇറക്കാതെ ചിലപ്പോൾ 5ഉം 6 മണിക്കൊക്കെ ഇറക്കിയിരിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ എന്ത് ചെയ്യണം, ആ പ്രാവുകളെ ഇനി ഒരു നൈറ്റ് ട്രെയിനിങ് കൊടുത്ത് പറപ്പിച്ച് നമ്മൾ ടേണിലോട്ട് കൊണ്ടുവരുന്നതിന് മുന്നേ, ആദ്യമായിട്ടാണെങ്കിൽ നൈറ്റ് വിട്ടിട്ടുള്ളവർക്ക് ടേൺ ഇറക്കുന്ന കാര്യമാണ് ഈ വീട്ടിൽ പറയണമെങ്കിലും, എന്നാലും ഞാൻ അതിനിടയ്ക്ക് ഇതോടെ പറയാണ്, പുതിയതായിട്ട് നൈറ്റ് കയറ്റുന്നവരാണെങ്കിൽ ആ പ്രാവുകളെ നൈറ്റിൽ ഒരു 2-3 മണിക്കൂർ ലൈറ്റ് ഫുള്ള് നമ്മളെ ലോഫ്റ്റ് ഒക്കെ നമ്മളെ ആ ഏരിയ നമ്മൾ എവിടെയാണോ ഇറങ്ങുന്ന ആ ഒരു തട്ട് അല്ലെങ്കിൽ ആ ഒരു ഏരിയ കാണുന്ന ലെവലിൽ ഫുള്ള് ലൈറ്റ് ഓൺ ആക്കിയിട്ടിരിക്കുക. എന്നതിന് ശേഷം പ്രാവിനെ ഹവായിക്കുള്ളിൽ ഒരു 2-3 മണിക്കൂർ സ്ഥിരം ഒരു 3-4 ദിവസം അങ്ങനെ ഒന്ന് ഇണക്കുക. അങ്ങനെ ഒരു രീതിയിലോട്ട് പ്രാവിനെ കാണത്തക്ക രീതിയിൽ ഞാൻ കൊണ്ടുവരിക. അത് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ ഈ വീഡിയോ കാണുന്നവർ ചിലപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരായിരിക്കാം. അങ്ങനെ ചെയ്യണം. ഇനി പറപ്പിച്ച ആൾക്കാർ ടേൺ ഇപ്പോൾ കൊണ്ടുവന്ന് 13 മണിക്കൂർ കംപ്ലീറ്റ്, ഇനി നൈറ്റിലോട്ട് എങ്ങനെ ഇവരെ ട്രെയിൻ ചെയ്യിപ്പിക്കണം എന്ന് അറിയാതെ ചിലപ്പം തെറ്റായ രീതിയിലോട്ട് നൈറ്റിലോട്ട് ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ആൾക്കാർ, അവരെ അറിയാനാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. നൈറ്റിലോട്ടുള്ള പ്രാവുകൾ എപ്പോഴും കയറ്റുമ്പോഴും ഉച്ചയ്ക്ക് ഫുള്ള് പറന്ന പ്രാവാണെങ്കിൽ ഒരു 12 മണി പറവ കൊടുക്കുക. 12 മണി പറവ കൊടുത്തതിന് ശേഷം വൈകുന്നേരത്തെ പ്രാവിന്റെ പറവ എങ്ങനെയാണെന്ന് നമ്മൾ വീക്ഷിക്കണം. വൈകുന്നേരം പ്രാവ് 6:30 മണിയാകുമ്പോൾ, അതായത് ഇരുട്ടിലോട്ട് വരുമ്പോൾ ഇറങ്ങാനായിട്ടുള്ള ടെൻഡൻസി പ്രാവുകൾ കാണിക്കുന്നുണ്ടോ, അങ്ങനെ ഇറങ്ങാനുള്ള കറക്കമാണ് കറങ്ങുന്നതെങ്കിൽ ആ പ്രാവുകള് 2 തരത്തിൽ അങ്ങനെ കാണിക്കാം. പ്രാവുകൾ ഒന്നാമത്തെ കേസ്, നിങ്ങൾ ഈ പകൽ പറവ് കൊടുത്ത് ശീലമാകുമ്പോൾ ആ ടൈമിലോട്ട് പ്രാവ് ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. അല്ലാത്ത പ്രാവുകൾ, ഇത്രയും ടൈം പറന്ന പ്രാവുകൾ, അതായത് 12 മണിക്കൂറോളം പറന്ന പ്രാവുകൾ നമ്മൾ ഉച്ചപ്പറവ് കൊടുത്തിട്ട് വൈകുന്നേരം 6 ഒരു 6 മണിക്കൂറേ ആവുള്ളൂ. അപ്പൊ അതിന്റെ ഡബിൾ പറക്കാൻ കഴിവുള്ള പ്രാവ് വീണ്ടും ആ ടൈമിലോട്ട് വീണ്ടും 12 മണിക്കൂറാകുമ്പോൾ വൈകുന്നേരം 6 മണിയാകുമ്പോൾ വീണ്ടും അത് ഇറങ്ങാനായിട്ടുള്ള ഒരു പ്രവണത കാണിക്കുന്നുവെങ്കിൽ ആ പ്രാവിനെ നമ്മൾ നോക്കാനുണ്ട്. കാര്യം ഡേപ്പറവ പൂർണ്ണമായിട്ട് പ്രാവുകൾ ഒരിക്കലും നൈറ്റിലോട്ട് കയറാൻ പറ്റില്ല. ആ പ്രാവുകളുടെ ഇരുട്ട് കാണുമ്പോൾ തന്നെ ലോഫ്റ്റിന്റെ ലൊക്കേഷനിൽ ആ ഒരു ഏരിയ മാത്രം കവർ ചെയ്തേ നിൽക്കുള്ളൂ, വലിഞ്ഞു പോകാറില്ല. ആ ഏരിയ കവർ ചെയ്ത് നിന്നിട്ട് അവർ 6:30 അല്ലെങ്കിൽ 7 മണിക്കകത്ത് വെച്ച് ഇറങ്ങും. അല്ലാത്ത പ്രാവുകൾ നൈറ്റിലോട്ട് കയറി പോകുന്ന പ്രാവുകളുണ്ടാവും. നിങ്ങൾ ടേൺ ഓടിച്ച് പകൽ ടേൺ കൊടുത്തവർക്കൊക്കെ അറിയാൻ പറ്റും നൈറ്റിലോട്ട് പ്രാവുകൾ കയറി പോകുന്നുണ്ട്. അങ്ങനെ പ്രാവുകളെ
അത് നല്ല കാഴ്ച ശക്തി ഉള്ള പ്രാവുകളാണ്. അതായത് നൈറ്റ് വിഷനൊക്കെ ഉള്ള പ്രാവുകൾ, കണ്ണില് അതിൻ്റെതായ നൈറ്റ് പറക്കാനുള്ള ഗ്രീൻസ് ഉള്ള പ്രാവുകൾ കറക്റ്റായിട്ട് ഇരുട്ട് കയറും. ഇരുട്ടിലോട്ട് കയറിയിട്ട് അത് പറക്കും. അത് നമ്മൾ കാര്യം ഫുള്ള് പറന്ന പ്രാവായിരിക്കും. 12 മണി പറവ് കൊടുക്കുമ്പോൾ വീണ്ടും അതിന് പറക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ അതെന്ത് ചെയ്യും, ആ ടൈമിലോട്ട് വീണ്ടും ആ പറന്ന ടൈം കവർ ചെയ്യാനായിട്ട് വീണ്ടും ടൈം 6 മണിക്കൂർ, 7 മണിക്കൂർ, 8 മണിക്കൂറിലോട്ട് അത് കയറിക്കൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ കയറുന്ന സമയത്ത് എങ്ങനെ ടൈം ഇറക്കണം, എങ്ങനെ പ്രാവിനെ ഇറക്കണം എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പൊ നമ്മൾ 12 മണി പറവ് കൊടുത്തു, 7 മണിയായി, 8 മണിയായി. ഈ 8 മണി എന്നുള്ളത് ഒരു 8 മണിക്കോ 8:30 മണിക്കോ നമ്മൾ പ്രാവിനെ ഇറക്കണം. കൂടുതൽ എത്ര പറക്കട്ടെ, എന്റെ പ്രാവ് കൂടുതൽ പറക്കട്ടെ എന്നുള്ള ഒരു ഇതിലല്ല. നൈറ്റ് ആയാലും നമുക്കൊരു കൺട്രോളിലോട്ട് പ്രാവിനെ കൊണ്ടുവരാനായിട്ട് ആ പ്രാവിനെ നമ്മൾ നൈറ്റ് വെട്ട് കൊടുത്ത് ഇറക്കണം. ലൈറ്റ് ഇടുക, താഴെ വെട്ട് പ്രാക്കളെ കാണിച്ച് പ്രാവിനെ ഇരുത്തുക. ആ ഇരിക്കുന്ന ടൈം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. എത്ര ഇന്നും നാളെ ആയിട്ടുള്ള എത്ര സമയത്ത്, അതായത് ഇന്നിപ്പോ ഒരു കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുക. ഇന്ന് ചിലപ്പോൾ അരമണിക്കൂർ കൊണ്ട് ഇറങ്ങും, നാളെ ചിലപ്പോൾ 3/4 മണിക്കൂറാവും, ചിലപ്പോൾ 15 മിനിറ്റ് കൊണ്ട് ഇറങ്ങും. അതാണ് അത് എത്രയാണെന്നുള്ള കറക്റ്റ് ടൈമിലോട്ട് വരും. നൈറ്റ് പറന്ന് നമ്മൾ ഓരോ ദിവസം ആവുന്നതനുസരിച്ച് ഓരോ ദിവസം ഇപ്പൊ ഇന്ന് കൊടുത്ത നൈറ്റ് ഇനി ഒരു ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത നൈറ്റിലോട്ട് വീണ്ടും പ്രാവിനെ കയറ്റി അപ്പോഴും വിടുന്ന 12 മണിക്ക് തന്നെ ആയിരിക്കണം. ഫുള്ള് പറപ്പിച്ച പ്രാവിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരു ഡേ ഫുള്ള് പറപ്പിച്ച കാര്യം പ്രാക്കളെ. അപ്പൊ അതിനെ വീണ്ടും നമ്മൾ ഈ 12 മണിക്ക് വിട്ട് രാത്രി 8:30 മണിക്കോ അല്ലെങ്കിൽ 9 മണിക്കോ ഇറക്കിയ പ്രാവ് 1-2 ദിവസം റെസ്റ്റ് കൊടുത്ത് വീണ്ടും നമ്മൾ അതേ ടൈം കൊടുത്ത് ഇറക്കുമ്പോൾ വെട്ടിട്ടിട്ട് എത്ര സമയമായിട്ടാണ് പ്രാവ് ഇറങ്ങുന്നതെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഈ പ്രാക്കള് വീണ്ടും പറവയിലോട്ട് കയറുമ്പോൾ വെട്ടിയിട്ട സമയത്ത് ഇറങ്ങൂല. മനസ്സിലായ? പറവയിലോട്ട് കയറുമ്പോൾ അതായത് വീണ്ടും പറക്കാനുള്ള ആ ഒരു മൈൻഡ് കൂടുതലാണെങ്കിൽ ആ പ്രാവ് ഇന്ന് അരമണിക്കൂറിൽ ഇറങ്ങിയാൽ നാളെ അരമണിക്കൂർ കൊണ്ട് അത് ഇറങ്ങൂല. അതിനറിയാം എനിക്ക് വെട്ടിട്ടു, പക്ഷെ പറന്നിട്ട് ഇറങ്ങാനായിട്ടുള്ള ഒരു മൈൻഡ് ഇല്ലാത്ത പ്രാക്കള് വീണ്ടും പറന്നുകൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വെട്ടിട്ടിട്ട് ഇറങ്ങുന്ന സമയം ശ്രദ്ധിക്കണം. ചില പ്രാവുകൾ വെട്ടി കണ്ട ഉടനെ തന്നെ വന്നിറങ്ങും. അപ്പൊ അത്തരത്തിലുള്ള പ്രാവിലെ ടൈം ഏറ്റുമ്പോഴും നമ്മൾ അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞ ടൈം ഇറക്കി കൊണ്ടുവരുമ്പോൾ ഓരോ പ്രാവുകൾ എങ്ങനെ ഇറങ്ങുന്നു, അതിന് എങ്ങനെയെങ്കിലും ഇത്തിരി താഴെ ഇറങ്ങി കിട്ടിയാൽ മതി എന്ന് നിൽക്കുന്ന പ്രാവുകളുണ്ടാവും. അല്ലാതെ ഒന്നും മൈൻഡ് ചെയ്യാതെ പറക്കുന്ന പ്രാവുകൾ, നല്ല പെർഫോമൻസിൽ പറക്കുന്ന പ്രാവുകളും ഉണ്ടാവും നൈറ്റ് കൺട്രോളുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ വെട്ടിടുമ്പോൾ പ്രാവുകൾ മൈൻഡ് ചെയ്യാതെ പറക്കുന്ന പ്രാവുകൾ വീണ്ടും അതിന് പറവ നമുക്ക് കൂട്ടണതിന്റെ ആ ഒരു ടൈമിന്റെ ഇത് മനസ്സിലാവും. അരമണിക്കൂർ കൊടുക്കണോ അല്ല 1 മണിക്കൂർ കൂട്ടണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പൊ പ്രാവിന്റെ മെമ്മറിയിൽ വെട്ട് കണ്ട ഇനി എനിക്ക് പറക്കാൻ പറ്റൂല എന്നുള്ള ഒരു ഇത് വരും. അതുകൊണ്ട് ആ പ്രാവുകൾ വീണ്ടും കുറച്ച് സമയം കൂടുതൽ പറന്നുകൊണ്ടിരിക്കും. അപ്പൊ ആ ഒരു ടൈം നമ്മൾ കറക്റ്റ് ആക്കിയതിന് ശേഷം അരമണിക്കൂർ കൊണ്ടാണ് ഇറങ്ങുന്നത്, ആ പ്രാവ് ഇറങ്ങിയില്ലെങ്കിൽ ആ പ്രാവിനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, 1 മണിക്കൂർ കൂട്ടണം. 12 മണിക്കിട്ട് 9 എന്നുള്ളത് 8 എന്നുള്ളത് 9 മണിക്കൂർ 9 മണി ആക്കണം. അപ്പോഴും വീണ്ടും 1 മണിക്കൂർ നൈറ്റിലോട്ട് മാറി. എന്നിട്ട് നമ്മൾ അടുത്ത പറയ്ക്ക് വീണ്ടും നമ്മൾ വെട്ട് വെക്കുമ്പോൾ ആ പ്രാവുകള് വെട്ടിട്ടതിന് ശേഷം അരമണിക്കൂർ കൊണ്ടാണ് അല്ലെങ്കിൽ പ്രാവുകൾ വെട്ട മൈൻഡ് ചെയ്യില്ല എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. അപ്പൊ നമ്മൾ ആ സമയത്തിന് ഇറങ്ങുന്നില്ല, എന്നാൽ ഇറങ്ങും പ്രാവ് അരമണിക്കൂറോ 1 മണിക്കൂറോ കഴിഞ്ഞാണ് ഇറങ്ങുന്നത്. വീണ്ടും ആ പ്രാവിനെ എന്ത് ചെയ്യുക, നമ്മൾ 10 മണിയിലോട്ട് 1 മണിക്കൂറോടെ വീണ്ടും കൂട്ടിവിടുക പ്രാവുകളെ. അപ്പൊ ഇവിടുന്ന് 12 മണിക്ക് തന്നെ വിടണം. 12 മണി പറവ് തന്നെ കൊടുക്കുക. അപ്പൊ മാക്സിമം നല്ല ഒരു ടൈമിലോട്ട് നൈറ്റ് പറക്കാനായിട്ടുള്ള പ്രാവുകളുടെ ആ ഒരു എക്സ്പീരിയൻസ് കൂടും. പറവയ്ക്കുള്ള നിലനിൽക്കുക തന്നെ നൈറ്റിലോട്ട് കയറുകയും ചെയ്യും. അതായത് 6 മണിക്കൂർ പറന്ന് വീണ്ടും 7-ാമത്തെ മണിക്കൂർ നൈറ്റിലോട്ട് കയറി 8, 9, 10 ഇങ്ങനെ നൈറ്റിലോട്ട് കയറുമ്പോൾ പകല് അവര് ഒരുപാട് ടയർഡ് ആവേയില്ല, എന്നാൽ 6 മണിക്കൂർ ഒന്നും ആവേയില്ല, എന്നാൽ നൈറ്റിലോട്ട് കുറച്ച് എക്സ്പീരിയൻസും കിട്ടും. അത് നമ്മൾ ഫുള്ള് കൊടുത്ത് വീണ്ടും നൈറ്റിലോട്ട് കയറ്റാൻ നിന്ന് കഴിഞ്ഞാൽ പ്രാവ് തളരും, നൈറ്റിലോട്ടുള്ള എക്സ്പീരിയൻസ് അതിന് കുറയും. അപ്പൊ അങ്ങനെ വരാതിരിക്കാനാണ് മാക്സിമം ഓരോ മണിക്കൂർ വെച്ച് നൈറ്റിലോട്ടിൽ ഓരോ മണിക്കൂർ വെച്ച് കയറ്റുക. അപ്പൊ ഈ ഫുള്ള് പറപ്പിച്ച പ്രാക്കള് ഈ നൈറ്റിലോട്ട് കയറുമ്പോൾ 12 മണിക്കൂർ അല്ലെങ്കിൽ 13 മണിക്കൂർ പറന്ന് പ്രാക്കള് നൈറ്റിലോട്ട് കയറുമ്പോൾ 12 ടു രാത്രി 12 ആകുമ്പോഴത്തേക്കും 13 മണിക്കൂറാവും. ഉച്ചയ്ക്ക് 12-ന് രാത്രി 12 ആകുമ്പോൾ 13 മണിക്കൂറാവും. അപ്പൊ ആ ടൈം വരെ നമ്മൾ പറപ്പിച്ച പ്രാക്കളെ വീണ്ടും നമ്മൾ എങ്ങനെ ടേണിലോട്ട് വീണ്ടും പകലിലോട്ട് കൊണ്ടുവരണം. വീണ്ടും അതിന് അങ്ങോട്ട് ചിലപ്പോൾ പ്രാവ് പോകില്ല. കാര്യം അതിന്റെ പറവ സ്റ്റാമിന 12 മണിക്കൂർ അല്ലെ 13 മണിക്കൂറാണ്. അപ്പൊ ഉച്ചയ്ക്ക് 6 മണി മുതൽ രാത്രി 12 മണി വരെ ആകുമ്പോഴത്തേക്കും അത് 13 മണിക്കൂർ കറക്റ്റ് തീർന്നു. ചിലപ്പോൾ അതിനുശേഷം പ്രാക്കളെ പറക്കണമെന്നില്ല. എന്നാൽ നമുക്ക് ഈ പ്രാവുകളെ മാക്സിമം പറവ കിട്ടത്തക്ക ലെവലിലാണ് ഞാൻ ഈ പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഈ 12 എന്നുള്ളത് രാവിലെ വിടുന്നത് അടുത്ത റെസ്റ്റ് കൊടുത്തതിന് ശേഷം
11 മണിക്ക് വിടുക. 11 മണിക്ക് വിട്ടിട്ട് പിന്നീടാണ് പ്രാവിന്റെ യഥാർത്ഥ അതിന്റെ കഴിവ് നമ്മൾ അറിയാൻ പോകുന്നത്. ഒരു അൺലിമിറ്റഡ് പ്രാവായിരുന്നാലും ഇപ്പോൾ ഡേ പ്രാവിൽ തന്നെ നൈറ്റ് കാണാൻ കഴിവുള്ള പ്രാവുകൾ, അത് അൺലിമിറ്റഡ് പ്രാവ് ആവണമെന്നില്ല. പക്ഷെ ആ പ്രാവുകൾ നൈറ്റും ഡേയും പറക്കും. പറക്കുന്ന ടൈം 13 മണിക്കൂറേ പറക്കുള്ളൂ, അല്ലെങ്കിൽ 13:30, ഏറി മറിഞ്ഞ ഒരു 14. അങ്ങനെയൊക്കെയുള്ള പ്രാവുകളെ നമുക്ക് ഇതിൽ നിന്ന് വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും, കറക്റ്റായിട്ട് അറിയാൻ പറ്റും. കാരണം 6 മണി മുതൽ രാത്രി 12 മണി വരെ പറക്കുമ്പോൾ അത് പകല് പറന്ന അതേ ടൈം ആയി, ഡേ പകുതി നൈറ്റ് പകുതി, അപ്പം 13 മണിക്കൂറായി. അപ്പൊ ഇനി നമ്മൾ അതിന്റെ കപ്പാസിറ്റി കറക്റ്റ് അറിയാൻ പറ്റും. എങ്ങനെ? ഈ ഉച്ചയ്ക്ക് 12 മണിക്കൂർ, പകല് 12 മണിക്ക് വിട്ട പ്രാവിനെ 1 മണിക്കൂറോടെ താഴ്ത്തി 11 മണിക്കൂർ വിടുക, ഇറക്കുന്ന 12 മണിയിലോട്ട് പോവുക. അപ്പം ആദ്യത്തെ ദിവസം റെസ്റ്റ് കൊടുത്തിട്ട് പ്രാവുകൾ പറക്കുമ്പോൾ കറക്റ്റായിട്ട് ആ ടൈമിൽ ഇറങ്ങും. വീണ്ടും ഇത് എന്താക്കുക, വീണ്ടും റെസ്റ്റ് കൊടുത്ത് അടുത്ത വെയിലും കൊടുത്തിട്ട് 11 മണിക്ക് വിടുക. 11, 12, ഓക്കെ, 11, 10 മണിക്ക് വിടുക. 10 മണിക്ക് വിടുമ്പോഴത്തേക്കും വീണ്ടും 13 കഴിഞ്ഞ് 14 ആയി, 15-ാമത്തെ മണിക്കൂറിലോട്ട് പ്രാവ് കിടക്കും. അപ്പോൾ ആ പ്രാവിന് കപ്പാസിറ്റി എത്ര ഉണ്ടെങ്കിൽ അത് 12-ലോട്ട് എത്തൂല. 11-ല് നൈറ്റ് 11 മണിക്ക് അല്ലെങ്കിൽ 10 മണിക്ക് ഇറങ്ങും പ്രാവ്. അപ്പൊ നമുക്ക് പൂർണ്ണമായിട്ട് ആ പ്രാവിന്റെ പറവ മനസ്സിലാവും. ആ പ്രാവ് അപ്പൊ എത്ര മണിക്കൂർ പറക്കും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാവും. എന്നാൽ സ്വല്പം കപ്പാസിറ്റി ഉള്ള പ്രാവാണെങ്കിൽ 13, 14, 15 മണിക്കൂറൊക്കെ കിട്ടാനും ചാൻസ് ഉണ്ട്. ഒരു നല്ലൊരു പിന്നെ ഒരു ഐഡിയ ആണ്, വഴിയുമാണ്, നല്ലൊരു വഴിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? പ്രാവിന് വീണ്ടും പറക്കാനുള്ള സ്റ്റാമിനയുണ്ട്, നൈറ്റിലോട്ടും പറക്കുന്നു. അപ്പൊ നമുക്ക് ആ പ്രാവ് അൺലിമിറ്റഡ് ആണെങ്കിൽ ഉപയോഗത്തിൽ കൊണ്ട് എത്തിക്കാനും പറ്റും. അങ്ങനെ ടേൺ ഇറങ്ങി 8 മണി വരെ പോവുക, 7 മണി വരെ പോയാലും കുഴപ്പമില്ല. ഇങ്ങനെ ടൈം ഇറങ്ങി പോകുമ്പോൾ 12 മണിയാകുമ്പോഴത്തേക്ക് മാക്സിമം ആ പ്രാവ് ഡേയിൽ നിന്നും ഫുള്ള് പറന്ന് കയറി നൈറ്റ് ഇത്ര മണിക്കൂർ, അല്ലെങ്കിൽ 11, 12, അല്ലെങ്കിൽ 1 മണിയോ അതൊക്കെ മേലെ പറക്കാൻ പറ്റിയ പ്രാവാണ്. അങ്ങനെ ടൈമിലോട്ട് വരും. അപ്പൊ ഓരോ പ്രാവശ്യവും നമ്മൾ ഈ 12 മണിക്ക് ഉച്ചയ്ക്ക് കൊടുത്താണ് നമ്മൾ കയറ്റിയത്. അപ്പൊ അതിന് ഓരോ ദിവസം നമ്മൾ മാറുന്നതിനനുസരിച്ച് നൈറ്റിലോട്ട് പ്രാവ് ഇറങ്ങി എക്സ്പീരിയൻസിലോട്ട് വരും. ഇപ്പൊ ചില ആൾക്കാരുണ്ട് പ്രാവുകളെ പറത്തിയിട്ട് നൈറ്റിൽ കയറാൻ കഴിവുള്ള പ്രാവുകളായിരിക്കും, നല്ല പേരിലെ കുട്ടികളൊക്കെ, അത് കയറും നൈറ്റിലോട്ട് കയറിയിട്ട് നല്ല പറക്കും. 2, 4 മണിക്കൂറൊക്കെ 5 മണിക്കൂറൊക്കെ ചിലപ്പോൾ നൈറ്റ് പറയും. പക്ഷെ കൺട്രോളിൽ കിട്ടുന്നൊന്നുമില്ല. ഈ കൺട്രോൾ വരാനായിട്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. മാക്സിമം ഓരോ മണിക്കൂർ ഇറക്കി ശീലിച്ച് അതിന് ആ ഒരു മൈൻഡ് അതിന്റെ ഇതിൽ വരും. ചില പ്രാവുകൾ നല്ല കൺട്രോൾ ആയിരിക്കും, ചില പ്രാവുകൾ ഇറങ്ങി കിട്ടാനൊക്കെ ചില ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും കുഴപ്പമില്ല, അത് കറക്റ്റായിട്ട് റെഡിയായി വരും. പകൽ ഇറങ്ങിയ പ്രാവാണ് നൈറ്റ് ഒന്ന് പേടി മാറ്റി കൊടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് ലോഫ്റ്റിൽ ചവിട്ടും. അങ്ങനെ നമുക്ക് ആ നൈറ്റ് കറക്റ്റായിട്ട് പറവയിലോട്ട് ഫുള്ള് ഒരു പ്രാവ് എത്ര ഡേ പറന്ന് നൈറ്റിലോട്ട് എത്ര കയറും എന്നുള്ളത് കറക്റ്റായിട്ട് നമുക്ക് ആ പ്രാവിന്റെ പറവ് എത്രയാണെന്ന് അറിയാനും പറ്റും. അതിന്റെ കപ്പാസിറ്റിയിൽ അങ്ങേറ്റം വരെ നമുക്ക് കൊണ്ടെത്തിക്കാനും പറ്റും. എല്ലാ പ്രാവിനും ഇതുപോലെ ഞാൻ പറഞ്ഞ 12 മണി എന്നെ തിരിച്ച് രാവിലെ 7 മണിക്കും 6 മണി മുതൽ പിന്നെ രാത്രി 12 മണിക്ക് വരെ പറക്കണമെന്നല്ല ഈ പറയുന്നത്. മാക്സിമം അതിന്റെ പറവ നമുക്ക് അറിയാനൊക്കും. കാരണം അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, 12 മണി പകല് 12 മണി മുതലുള്ള പറവ്, 6 മണിക്ക് ശേഷമുള്ള ഓരോ പറവും നൈറ്റിലോട്ടാണ് കയറുന്നത്. അപ്പൊ അതിന്റെ സ്റ്റാമിന എത്ര ഉണ്ടോ അത് നൈറ്റിലോട്ട് പറന്ന് കാഴ്ചയുള്ള നൈറ്റ് പറക്കുന്ന പ്രാവുകൾ അത് പറന്ന് നിൽക്കുക തന്നെ ചെയ്യും. അപ്പൊ അങ്ങനെ നമുക്ക് നൈറ്റിലോട്ട്, ഡേയിൽ നിന്ന് നൈറ്റിലോട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പ്രാവിനെ നമുക്ക് പറവയിലോട്ട് പറവ കൊള്ളിക്കാനായിട്ട് പറ്റും. അപ്പൊ എല്ലാവരും ഓരോരുത്തരും ഓരോ ടൈം. ഇനി ഒരു പറയാനുള്ള ഒരു കാര്യം, ഓരോരുത്തരും ഓരോ ടൈം പറപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ഫുള്ള് പറഞ്ഞ പ്രാക്കളാണ് പറഞ്ഞത്. ഇനി 5, 3 അല്ലെങ്കിൽ 6 ഒക്കെ ടൈം പറപ്പിച്ച പ്രാവുകളാണ് പകല്. ഇവരെ വൈകുന്നേരം കൊണ്ടുപോവുക, 3 മണിക്ക് വിടുക. 3 മണിക്ക് വിട്ടിട്ട് ആ പ്രാവുകൾ എങ്ങനെ പറക്കുന്നു എന്നുള്ളത് വീക്ഷിക്കുക. നൈറ്റിലോട്ട് കയറാൻ ചാൻസ് ഉള്ള പ്രാവുകളെ ഇതേപോലെ തന്നെ നൈസായിട്ട് പതുക്കെ ഒരു 8 മണി 8:30 മണിക്ക് വിട്ടിട്ട് പ്രാവിനെ ഇറക്കിയിരിക്കണം. നൈറ്റ് പ്രാവിനെ ഇറക്കണം. അല്ലെങ്കിൽ അങ്ങനെ ഇറക്കാതെ പ്രാവുകൾ പറന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ടൈമിന് നമുക്ക് എന്താവും, പ്രാവിനെ കാണിച്ചു കൊടുക്കാൻ പറ്റാതാവും. ചിലപ്പോൾ പ്രാവ് വിട്ടിട്ട് ഇറങ്ങാതിരിക്കും. അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ വരും. അത് വരാതിരിക്കാനായിട്ട് ഇതേപോലെ തന്നെ ഈ ഫുള്ള് പറപ്പിച്ച പ്രാവുകൾ എങ്ങനെ കയറ്റി അതേപോലെ ഓരോ മണിക്കൂറായിട്ട് ഇവരെയും പതുക്കെ കൂട്ടി കൊണ്ടുവരിക. എന്നിട്ട് ഈ നൈറ്റിലോട്ട് ഇത് രണ്ടിന്റെ വ്യത്യാസം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം 3 മണിക്കൂർ പറപ്പിച്ച പ്രാവിനെ ഒരു 2-3 മണിക്കൂർ നൈറ്റ് പറപ്പിച്ചതിന് ശേഷം അവർ ആ നൈറ്റ് ഇറങ്ങുന്ന സമയം സ്റ്റോപ്പ് ചെയ്യുക. 10 മണിക്ക് സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് അവരാദ്യം പകലിറക്കി സ്റ്റാമിന കൂട്ടുക, പറവയുടെ സ്റ്റാമിന കൂട്ടുക. ഈ നിങ്ങളിപ്പോൾ ഒരു 3 മണിക്ക് വിട്ട പ്രാവുകൾ 3, 4, 5, 6 3 മണിക്കൂറൊക്കെ ചിലപ്പോൾ പറന്നിരിക്കും. ആ പ്രാവിനെ വീണ്ടും നമ്മൾ ടൈം കുറച്ചുകൂടെ കുറച്ച് ഒരു 3 എന്നുള്ള 4 മണിക്ക് വിട്ട് നൈറ്റിലോട്ട് ശകലം കയറ്റുക. ഒരു 7 മണിക്ക് ഇറങ്ങുന്ന പ്രാവിനെ 8 മണിക്ക് ഇറക്കുക.
അതാണ് ഞാൻ പറഞ്ഞത്, നൈറ്റ് പറക്കുന്ന പ്രാവുകളെ ഇങ്ങനെ കയറുള്ളൂ, അല്ലാത്ത പ്രാവുകൾ കയറല് പാടാണ്. അങ്ങനെ ആ ഒരു ടൈമിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം 8 മണിക്ക് കൊണ്ടുവന്നതിന് ശേഷം അതിന് അതേ ടൈമിലോട്ട് 8 എന്നുള്ളത് 9 10 ആക്കിയിട്ട് സ്റ്റോപ്പ് ചെയ്യുക. ആ ടൈമിലോട്ട് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം പിന്നെ നൈറ്റിലോട്ട് കൂട്ടാൻ നിൽക്കരുത്. പിന്നെ പകലിലോട്ട്, അതായത് ഉച്ചയ്ക്ക് നമ്മൾ 3 മണിക്ക് വിട്ടതിന് പിന്നെ 4 മണിക്ക് വിട്ട് പിന്നെ 3, 2, 1, 12 ഇങ്ങനെ ടൈമിലോട്ട് കൊണ്ടുവരിക. എന്നിട്ട് മാക്സിമം ഫുള്ളിലോട്ട് ഇറക്കുക. ഫുള്ള് 6 മണി അല്ലെ 7 മണി മുതൽ 6ലോട്ട് വിടേണ്ട ആവശ്യമില്ല, 8 മണിക്കോ 7 മണിക്കോ വിടുക. എന്നിട്ട് വീണ്ടും നൈറ്റിലോട്ട് പറന്ന് ഈ 10 മണി വരെ കൊണ്ടുവരിക, സ്റ്റോപ്പ് ചെയ്യുക. ആ ടൈം അടുത്ത് വീണ്ടും നമ്മൾ ഇങ്ങനെയുള്ള പ്രാവുകൾ ഫുള്ള് പറപ്പിക്കാത്ത പ്രാവുകളാണെങ്കിൽ ഇതേപോലെ വീണ്ടും 12 മണിക്ക് കൊണ്ടുവന്നിട്ട് നൈറ്റ് 10 എന്നുള്ളത് വീണ്ടും മാറ്റുക. അപ്പൊ ഈ പ്രാവിന്റെ നമ്മളിപ്പോ ഈ പറയണതിന്റെ ഒരു രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രാവിന്റെ ഫുള്ള് പറവ നമുക്ക് ഈ പകല് പറത്തുന്ന സമയത്ത് തന്നെ ആ ഒരു ടൈമിലൂടെ നമുക്ക് നൈറ്റിലൂടെ പതുക്കെ കൊണ്ടുപോയിട്ട് പക്ഷേ ഈ നൈറ്റ് ഇറങ്ങണം എന്നുള്ള നൈറ്റ് കൂടെ എനിക്ക് പറന്നിറങ്ങണം എന്നുള്ള പ്രാവിന്റെ മെമ്മറിയിലൂടെ പതിപ്പിക്കാനാണ് ഞാൻ ഈ പറയുന്നത്. ഫുള്ള് പറപ്പിച്ചിട്ട് നമ്മൾ പറപ്പിക്കുന്ന പ്രാവിനാണെങ്കിൽ ഈ പ്രശ്നം വരില്ല. അതായത് സ്റ്റാമിന അതിനുണ്ട് പറക്കാനുള്ള. പിന്നെ ഒരു കണ്ണിന്റെ ആ ഒരു ഗ്ലെയിംസ് കറക്റ്റ് ആയിട്ട് നൈറ്റ് വിഷൻ ഉള്ള പ്രാവുകളാണെങ്കിൽ അത് നമുക്ക് കയറ്റി എടുത്താൽ മതി. ഇല്ലാത്ത പ്രാവിനാണെങ്കിൽ വലിയ പാടാണ്. അപ്പൊ ഈ 3, 4 മണിക്കൂറൊക്കെ പറപ്പിച്ചിരിക്കുന്ന പ്രാവാണെങ്കിൽ നമുക്ക് അത് എത്രത്തോളം അതിന്റെ പറവ കിട്ടും പുതിയ കുഞ്ഞാണെങ്കിൽ അറിയാനൊക്കില്ല. അപ്പൊ അത്രയും നമ്മൾ കുറച്ച് ക്ഷമയോടുകൂടി ഇരുന്ന് ഈ 10 മണിക്ക് വരെയൊക്കെ പറത്തി ഇറക്കിയതിന് ശേഷം പിന്നെ ഇങ്ങനെ ടൈം കൂട്ടി ഫുൾ ഒരു 8 മണിക്കോ അല്ലെങ്കിൽ 9 മണിക്കൊക്കെ പറത്തി ഫുൾ ആക്കിയതിന് ശേഷം വീണ്ടും 12 മണിയിൽ നിന്ന് വിടുക പ്രാവിന്. വൈകുന്നേരം കൊണ്ട് വിടരുത്, 12 മണിയിൽ നിന്ന് വിടുക. അന്ന് നൈറ്റിലോട്ട് കയറ്റുക. ഈ 12 മണിക്ക് മുന്നേ പറഞ്ഞ പറവ ഈ നൈറ്റിലോട്ട് മാറ്റുക, വൈകുന്നേരം കഴിഞ്ഞിട്ട് മാറ്റുക 6 മണിക്ക് ശേഷം. അപ്പോൾ വീണ്ടും ഞാൻ നേരത്തെ ഫുള്ള് പറത്തിയ പ്രാവുകൾ എങ്ങനെ കൊണ്ടുപോയോ അതുപോലെ 12, 11, 10, 11, 12 പിന്നെ ആ ഒരു ടൈമിൽ എത്രത്തോളം കിട്ടുന്ന ആ ഒരു സമയം വരെ നിർത്തിയതിനു ശേഷം വീണ്ടും നമ്മൾ ഇവിടെ ടൈം ഇറക്കുക. രാവിലെ ഉച്ചയ്ക്ക് 12 മണിക്ക് വിട്ട് വീണ്ടും 1 7 മണിയിലോട്ട് കൊണ്ടുപോകും. അപ്പോഴേ കറക്റ്റായിട്ട് അതിന്റെ പറവ മനസ്സിലാവും. അപ്പോൾ ചെറിയ ടൈം പറത്തി വെച്ച ആൾക്കാർ ഇങ്ങനെ ചെയ്യുക, ഫുള്ള് പറപ്പിച്ചവർ ഞാൻ നേരത്തെ പറഞ്ഞ പ്രകാരം ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ പറത്തിയാൽ നല്ലൊരു റിസൾട്ടിലോട്ട് നമുക്ക് പ്രാവുകളെ കൊണ്ടുപോകാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ ഇതിനെയൊക്കെ മെയിനായിട്ട് പ്രാവുകളെ പറപ്പിക്കുന്നതിന് മുന്നേ തന്നെ ലൈറ്റ് ഇടുക. പ്രാവുകളെ ലൈറ്റ് ഇട്ട് 2-3 ദിവസം ലൈറ്റ് ഇട്ടതിന് ശേഷം മാത്രം പ്രാവുകളെ ഇരുത്തി ഏരിയൊക്കെ ഒന്ന് കണ്ട് ക്ലിയർ ആയതിനു ശേഷം മാത്രം പ്രാവിനെ പറത്തുക. പിന്നെ ഒപ്പം പറപ്പിക്കാനുള്ള പ്രാവ് ഉള്ളവർ അങ്ങനെ തന്നെയൊക്കെ ചെയ്യുക. പ്രാവ് ഇല്ലാത്തവർ മാക്സിമം ഇങ്ങനെ ശ്രമിക്കുക. കുറച്ച് ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ കാണും ആദ്യം, പിന്നീട് അത് പറന്ന് ക്ലിയർ ആയതിനു ശേഷം ചില പ്രാവുകളൊക്കെ പറക്കുമ്പോൾ നമ്മൾ തന്നെ ലാസ്റ്റിൽ പറന്നുമ്പോൾ വലിയ പാടൊന്നുമില്ല, നൈറ്റ് അത് ഈസി ആയിട്ട് പറന്നിട്ട് കറക്റ്റായിട്ട് ഇറങ്ങും. ചില പ്രാവുകൾ പാടായിരിക്കും, അത് റെഡിയായി വരും. എല്ലാവർക്കും ഇതുപോലെ മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടാണ് പ്രാവുകൾ പറന്ന് സീറ്റിംഗ് വരുന്നത്. അപ്പൊ എല്ലാവർക്കും നല്ല ഒരു ടൈം പറപ്പിക്കാൻ പറ്റട്ടെ. അപ്പൊ ഇന്നത്തെ വീഡിയോ നൈറ്റിലോട്ട് എങ്ങനെ ടേൺ ഇറക്കി കൊണ്ടുവരാം സിമ്പിളായിട്ട് എന്നുള്ളതിനെ കുറിച്ചാണ്. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് ഹെൽപ്പ് ചെയ്യണം എന്നുള്ളതിനെ എനിക്ക് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഇനി ഇതുപോലെ ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.